അതുപോലെ തന്നെ അരവിന്ദേട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ. നമുക്കറിയാം LIC-യിൽ വളരെ അംഗസംഖ്യ വളരെ കുറവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് 10-15 ആളുകൾ മാത്രമേ ഞങ്ങളെ മെമ്പർഷിപ്പിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിസന്ധി ഇരങ്ങത്ത് നേരിടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് LIC-യിൽ ഇന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശരാശരി പ്രായം 56 വയസ്സ് എന്നാണ് തോന്നുന്നത്. 2000 അല്ലേ ശരാശരി ഇപ്പോൾ ജോലി ചെയ്യുന്നത്. 2020 ശേഷം നിയമനേ നടന്നിട്ടില്ല. KSRTC വ്യത്യസ്തമല്ല. 2018 ശേഷം നിയമനമേ നടന്നില്ല, കരാർ നിയമനമാണ് നടക്കുന്നത്. നേരത്തെ രാജ്യം സൂചിപ്പിച്ചു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം 6 കോടി രൂപ വെച്ച് ഏകദേശം 130 കോടിയോളം രൂപ ഓരോ മാസവും ഈ ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. 90 കോടി രൂപ പെൻഷന് വേണ്ടി തരികയാണ് ഓരോ മാസം. ശമ്പളത്തിന് വേണ്ടി 50 കോടി തരികയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് സഹായിക്കുന്നില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഇടതുപക്ഷ ബദൽ പൊതുമേഖലാ സംരക്ഷണം എന്ന മുഖ്യ അജണ്ടയായി അതിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ കണ്ണൂരിലെ ജില്ലയിൽ ഇന്നും ആ ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം കൂടി ഇന്നത്തെ ഈ സംസാരത്തിലൂടെ പോകുമ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ ഏത് രീതിയിൽ സംസാരിക്കണം, മാനേജർ എന്ന രീതിയിലാണോ, അല്ല പഴയ കാലത്തെ LIC എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തകർ എന്ന രീതിയിലാണോ, അല്ലെ ക്ലാസ് റൂം യൂണിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ രീതിയിലാണോ എന്നൊരു കൺഫ്യൂഷനായി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സഖാവ് അരവിന്ദൻ, എനിക്കും ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സഹോദര സംഘടനകളൊക്കെ ചേർത്ത് LIC എംപ്ലോയീസ് എന്ന് പറയുന്നത് എവിടെയും മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമായിരുന്നു. അപ്പൊ നമ്മൾ നിരന്തരം എനിക്ക് മാസത്തിൽ 2-3 തവണയൊക്കെ കോഴിക്കോട് മീറ്റിങ്ങുകളിൽ ജനറൽ കൗൺസിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധം അന്നും ഇന്നും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് തിരിച്ചു വരുന്ന ദിവസം തന്നെ സഖാവ് വിളിച്ചിട്ട് എന്നോട് പറയും, സഖാവെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, ഞാൻ അരവിന്ദൻ എന്നുള്ളത്. അപ്പൊ അന്ന് താടിയുള്ള ആളായിരുന്നു, ഇവിടെ വരുമ്പോൾ താടി എടുത്തില്ലായിരുന്നു. പക്ഷെ അന്നും അദ്ദേഹം ഒരു വളരെ സൗമ്യപ്രകൃതനായ നല്ലൊരു സംഘാടകനായി കാസർഗോഡ് ജില്ലയിൽ ഈ പറയുന്ന മാതിരി ജയരാജനും ഇവരൊക്കെ പേരുകൾ നമ്മൾ കണ്ണൂരിൽ ഞങ്ങളൊക്കെ പേരുകൾ അറിയുന്നതായിട്ട് തന്നെ അറിഞ്ഞതായിരുന്നു. പക്ഷെ വന്ന് 9 മാസത്തോളം നിങ്ങളെ ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പൊ എല്ലാ രീതിയിലും ഒരു പഴയകാല കോമ്രേഡ് എന്ന നിലയിലും അതുപോലെ ബ്രാഞ്ചിലെ നമ്മുടെ മറ്റു കാര്യങ്ങളിലും കാസർഗോഡ് ബ്രാഞ്ചിന്റെ അതുപോലെ പ്രത്യേകിച്ച് LIC-യുടെ നമ്മുടെ ഒരു കുടുംബ സംഗമമൊക്കെ നടന്നിട്ടില്ല, മറ്റുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശക്തിജാലം എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു സംഘാടകനാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം വിരമിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു കൂടുതൽ സൗന്ദര്യം കൂടി പ്രായം കുറഞ്ഞെന്ന് വരെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വിശാലമായ ലോകത്തിലേക്ക്, അപ്പൊ LIC എന്നുള്ള ചട്ടക്കൂടിൽ നിന്ന് കുറച്ചും കൂടി മാറി അദ്ദേഹം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പോകാൻ, അദ്ദേഹം റിട്ടയർ ദിവസം പോലും നന്നായി സംസാരിക്കുന്ന ആരോടോ പറഞ്ഞു, ഇമോഷൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്താണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ വെമ്പി നിൽക്കുകയാണ് മറ്റു കൂടുതൽ മേഖലകളിലേക്ക്. അത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നാട്ടിൽ അതിനുശേഷം തന്നെ പല സ്വീകരണ യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അരവിന്ദനെ പോലുള്ള ആളുകളെ ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് വലിയൊരു സമരം കൂടി വരികയാണ്. ഇപ്പൊ നേരത്തെ CITU സംസ്ഥാന സെക്രട്ടറി ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ തൊഴിൽ നിയമങ്ങളിലുള്ള അപകടങ്ങളൊക്കെ കുറച്ചു കാലങ്ങളായിട്ട് നിന്നല്ല വിട്ടുനിന്നുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ഇനിയും പഴയ രീതിയിലുള്ള പോരാട്ടങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടതായിരുന്നു. പലർക്കും സമയക്കുറവുണ്ട്. ഞാനൊരു കഴിഞ്ഞ ഉടനെ വിടും, 10-15 ദിവസമായി വിട്ടിട്ട്. City Gold, Gold and Diamonds, Kerala and Karnataka.